ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോ ഹോണ്ടയുടെ ഗ്ലാമർ ഉണ്ട് വണ്ടി. നിലവിൽ നമുക്ക് അതിൻ്റെ സൈഡ് സ്റ്റാൻഡ് ചെരിവ് വെച്ചിട്ട് കൂടുതലായിട്ട് പറയുന്നുണ്ട്. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റണം, ചെയിൻ ബ്രേക്ക് ടൈറ്റ് ചെയ്യണം, ഇടയ്ക്ക് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ചേക്ക് വർക്ക് കയറ്റിയിട്ടുണ്ട്. ചെയിനൊക്കെ ലൂസ് ഉണ്ട്, ചെയിനും ബ്രേക്ക് നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, പുതിയ ചെയിനാണ്. അപ്പോൾ അത് ടൈറ്റ് ചെയ്തിടാം. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ നമ്മൾ അഴിച്ച് മാറ്റുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ സൈഡ് സ്റ്റാൻഡ് ഇതുമിരിക്കുന്ന പുതിയ സൈഡ് സ്റ്റാൻഡാണ്. ചെരിവ് കൂടുതലാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ സ്റ്റോപ്പർ അല്ല ശരിക്കും അടിക്കേണ്ടത് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ചെറിയ എന്തെങ്കിലും പീസ് വെച്ച് കൊടുത്താലാണ് വണ്ടി നേരെ നിൽക്കുള്ളൂ. ഇങ്ങടേക്ക് ചെരിവുള്ള കേസ് കൂടുതൽ അടിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ സ്റ്റാൻഡുമ്പോൾ നിൽക്കാത്തൊരു കണ്ടീഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും അതിൻ്റെ അടിയിൽ ഒരല്പം ഒരു സ്ക്വയർ പൈപ്പ് എന്തെങ്കിലും വെച്ച് കൊടുത്താൽ ഒരല്പം പൊക്കം കിട്ടും. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നിലവിൽ കാണില്ല, ഇടയ്ക്കൊക്കെ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബറേറ്ററുമ്പോൾ തൊടേ ചെയ്യേണ്ടെന്നുള്ളതാണ്. കാരണം എന്താ കേസെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. ആ പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടികൾ ഏകദേശം ഒരു 10 വണ്ടി എടുക്കുകയാണെങ്കിൽ 8 വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലയിൻറ്റ് ഉണ്ട്. സെയിം പ്രോബ്ലമാണ്. ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വന്നാലാണ് നമുക്ക് കൂടുതൽ പ്രശ്നം. പിന്നെ ഓവർഫ്ലോൻ്റെ അല്ലെങ്കിൽ ചില വണ്ടിക്ക് മിസ്സിങ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കും. അതും ഒക്കെ ഇതിൻ്റെ സൈഡ് എഫക്റ്റാണ്. ജെറ്റ് ബ്ലോക്കായി പോകും. അങ്ങനെ വരുമ്പോൾ വണ്ടി ആക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ വണ്ടി ഓഫായി പോകും. അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട്. പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് വരാണെങ്കിൽ അഴിക്കണമായിരിക്കും നല്ലത്. കാരണം ഇപ്പോഴത്തെ സ്റ്റേജിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കാര്യമായിട്ടില്ല. ഇപ്പോൾ നമ്മൾ പെട്രോൾ ഓണാക്കി വെച്ചാലും കാര്യമായിട്ട് പോകുന്നില്ല. നമ്മളിത് അഴിച്ച് ക്ലീൻ ചെയ്തു എന്ന് കരുതുക. ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ അലുമിനിയം ബോഡി ഉണ്ടല്ലോ, അതുമേ ഈ ചെറിയ ഈ പൂപ്പൽ പോലെ ഒരു ഫംഗസ് പോലെ പിടിച്ചിരിക്കും സംഭവം. കാരണം പെട്രോളിൻ്റെ കെമിക്കൽ റിയാക്ഷനാണത്. അതങ്ങോട്ട് പൊളിഞ്ഞ് പോകുമ്പോൾ ആ സീറ്റിങ് ആ കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഉള്ളത് മാറി ഓവലാവും. ആ ഓവലാവണ സമയത്ത് പെട്രോൾ പിന്നെ ഫ്ലോട്ട് വാൽവ് അടയാത്തൊരു കണ്ടീഷൻ വരും. പെട്രോൾ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങും. അതായത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിലവിൽ കുഴപ്പമില്ലെങ്കിലും ഇനി ക്ലീൻ ചെയ്ത് കയറ്റിയുള്ള കംപ്ലയിൻറ്റ് ഡബിൾ ആവാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടതെന്ന് കാർബറേറ്റർ ഇപ്പോൾ തൽക്കാലം മേജർ ഇഷ്യൂ അല്ലെങ്കിൽ അഴിക്കേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ കേസ് കേട്ടോ. ഇപ്പോൾ ഈ അഴിച്ച് ക്ലീൻ ചെയ്ത കംപ്ലയിൻറ്റ് ആവും എന്ന് 100% ഉറപ്പല്ല നമ്മൾ പറയണേ. പക്ഷെ വരാനുള്ള സാധ്യത ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞതിൻ്റെ കേസ്. പിന്നെ കാർബറേറ്റർ മാറ്റി വെക്കേണ്ടി വന്ന ഏകദേശം ഒരു 10,000-3000 രൂപ 2,800 കണ്ടാണ് അതിൻ്റെ കാർബറേറ്റർ അസംബ്ലി വരാം. അപ്പോൾ പരമാവധി ഓടിക്കുന്നിടത്തോളം ഓടിക്കുക. എന്തായാലും കംപ്ലയിൻറ്റ് വരും. പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് വന്ന സമയത്ത് കയറ്റി അഴിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ അഴിക്കുക. അപ്പോൾ നോക്കിയിട്ട് ക്ലീൻ ചെയ്ത് കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഓക്കെ. അതല്ലെങ്കിൽ കാർബറേറ്റർ അസംബ്ലി മാറ്റാം. ഒരു 80% കാർബറേറ്റർ അസംബ്ലി മാറ്റേണ്ടി വരും. അത് പ്രതീക്ഷിച്ച് തന്നെ നിൽക്കുക കേട്ടോ. കാരണം ഞാൻ ഒട്ടുമിക്ക വണ്ടിക്ക് അങ്ങനെയാണ് അവസ്ഥ. ഏറെക്കുറെ നമ്മൾ ഇവിടെ ഈ ദിവസങ്ങളിലൊക്കെ മാറ്റിയാണ് കാർബറേറ്റർ ഇരിക്കുന്നത്. അതായിരിക്കണം പെട്ടിയിലിരിക്കുന്നത് മൊത്തം കാർബറേറ്ററുകൾ നമ്മൾ മാറ്റിയാണ് കാർബറേറ്ററുകൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഈ പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ. അപ്പോൾ ഓക്കെ, ഞാൻ അതിൻ്റെ ഇപ്പോൾ ഇത്രയും വർക്ക് നമുക്ക് ചെയ്യാൻ തരും. അപ്പോൾ അതിൻ്റെ ഏകദേശം എസ്റ്റിമേറ്റ് എമൗണ്ടൊക്കെ എൻ്റെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് നമുക്ക് ഏകദേശം ഒരു 5:30 ആകുമ്പോഴത്തേക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കാം. ഓക്കെ.